യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാ. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഈ വചനങ്ങളാണ് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളുടെ ചെറിയ നിമിഷം പ്രാർത്ഥിക്കും. സ്വർഗത്തിലെ ദൈവമേ, അങ്ങ് പ്രഭാതത്തിലേക്ക് എത്തിച്ചതായ വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിനെ സംരക്ഷിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. വചനത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്നതായ മക്കളെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അവരെല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവെ വിശ്വസ്തയോടുകൂടി ജീവിച്ച ദൈവത്തിന് മഹത്വം നൽകുവാൻ അങ്ങ് സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശുശ്രൂഷിക്കുന്ന അടിയും അങ്ങേക്കുള്ളത് കർത്താവെ. അതിനാൽ ദൈവത്തിന്റെ വചനം ധാരാളമായി ദൈവത്തിന് നൽകി അടിയെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണം, മാനവും മഹത്വവും അങ്ങെടുക്കണം. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. നമ്മൾ ഉദ്ദേശിച്ച വിഷയം യഹോവയിൽ തന്നെ ആശ്രയം വയ്ക്കുക. നമ്മുടെ ചിന്താ വിഷയം യഹോവയിൽ ആശ്രയം വയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ വായിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇങ്ങനെ: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സാധാരണ ആളുകൾ പറയും ലോട്ടറി അടിക്കുന്നവർ ഭാഗ്യവാന്മാർ, അല്ലെ? ധാരാളം സമ്പത്ത് ഉള്ളതായ മനുഷ്യർ ഭാഗ്യവാന്മാർ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ളതായ മനുഷ്യനാണ് ഭാഗ്യം. ധാരാളം സമ്പത്തുള്ളവനല്ല, ലോട്ടറി അടിക്കുന്ന മനുഷ്യനല്ല. ദൈവത്തിന്റെ വചനം ഭാഗ്യവാൻ എന്ന് പറയുന്നത് എന്താണ്? യഹോവയിൽ ആശ്രയം വയ്ക്കുന്നതായ മനുഷ്യൻ, ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്നതായ മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കണം? ദൈവത്തിൽ ആശ്രയം വെച്ച് വേണം മനുഷ്യൻ ജീവിക്കുവാൻ. അങ്ങനെയുള്ളതായ മനുഷ്യനെ ഭാഗ്യവാൻ എന്നാണ് വേദപുസ്തകം അഭിസംബോധന ചെയ്യുന്നത്. പ്രിയമുള്ള ദൈവത്തിന്റെ ജനങ്ങൾ, നാം ദൈവത്തിൽ ആശ്രയം വെച്ചാണോ ജീവിക്കുന്നത്? നാം ദൈവത്തിൽ ആശ്രയം വെച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആരാണ്? ഭാഗ്യവാൻ. ആ ഒരു സൗഭാഗ്യം നമുക്കുണ്ട്. ദൈവം ഭാഗ്യവാൻ. ഭാഗ്യവാനേ എന്ന് ദൈവം സംബോധന ചെയ്യുന്നതായ ഒരു മനുഷ്യനായി തീരുവാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ദൈവത്തിൽ തന്നെ ആശ്രയം വെച്ച് ജീവിക്കുകയെങ്കിൽ ദൈവം നിന്നെ ഭാഗ്യവാൻ എന്തെയും സംബോധന ചെയ്യും. താഴോട്ട് വായിക്കുമ്പോൾ അങ്ങനെയുള്ളതായ വ്യക്തി അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ആറ്റരികെ നിൽക്കുന്നതായ ഒരു വൃക്ഷം എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കും? നല്ല തഴച്ച് പച്ചല പിടിച്ചിരിക്കും. അവർക്ക് കരുത ആറ്റരികത്ത് ധാരാളം വെള്ളമുണ്ട്, അല്ലേ? അതിന്റെ വേരുകൾ എന്ത് ചെയ്യും? വലിച്ചെടുത്ത് എപ്പോഴും പുഷ്ടിയോടുകൂടി നിൽക്കും. അപ്പൊ ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതായ എന്തുപോലെയിരിക്കും? വൃക്ഷം പോലെയിരിക്കും. അങ്ങനെ ഇരിക്കുന്ന കൊണ്ടം നമുക്ക് ആഗ്രഹമില്ലേ? അങ്ങനെ ആഗ്രഹം ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കണം. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതായ വൃക്ഷം പോലെയാകും. പുഷ്പം നട്ടുമ്പോൾ അത് നീതില്ല, ആ പേടിക്കയില്ല. അതിന്റെ ഇല പച്ചയായി തന്നെ നീയും, എപ്പോഴും പച്ച നിറമുള്ളതായി തന്നെ നീയും. ആ വൃക്ഷത്തിന്റെ ഇലയിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാ? വരൾച്ചയുള്ളതായ കാലത്ത് അതെങ്ങനെയിരിക്കും? വരൾച്ചയുള്ള കാലത്ത് വാട്ടം തട്ടാതെ അതിങ്ങനെ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. അതാണ് ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്നതായ ഒരു വ്യക്തിയെ
വരൾച്ചയുള്ളതായ കാലത്തും എന്ത് ചെയ്യും? ഫലം കായ്ക്കും. ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നേരിട്ടാലും ആ മനുഷ്യനായിരിക്കും അവനെപ്പോഴും ഫലം കായ്ക്കുന്നവനായിരിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെ ആയിരിക്കുമെങ്കിൽ പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, ഇങ്ങനെയുള്ളതായ സ്വഭാവമുള്ളവരായി നമ്മൾ വേണം മാറണം. ഭാഗ്യവാന്മാരായി മാറണം. ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി, ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്ന വ്യക്തി അവൻ ഭാഗ്യവാനായിരിക്കും. അവൻ ആത്മീയത്ത് നിൽക്കുന്നതായ വൃക്ഷം പോലെ എപ്പോഴും പച്ച നിറമുള്ളതായിരിക്കും. പിന്നെന്തായിരിക്കും? അവനെന്തായിരിക്കും? വരൾച്ചയുള്ള കാലത്തും അത് എങ്ങനെയിരിക്കും? ഫലം കായ്ച്ചുകൊണ്ട്, വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളതായ മനുഷ്യനായി മാറണം. നാം ഓരോരുത്തരുമായി മാറണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോ യഹോവയിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുക. അതാണ് നമ്മൾ ചിന്താവിഷയം. യഹോവയിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ ആയിരിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ ഭാഗ്യവാൻ എന്ന് വിളിക്കും. അല്ലെ? ഇനി ദൈവത്തെ ഉപേക്ഷിക്കുന്നതായി മാറുന്നറിയാമോ? അവർ ലജ്ജിച്ചു പോകും. 17-ാം അധ്യായം അതിന്റെ 12-13 വാക്യം വായിക്കുമ്പോൾ 17-ാം അധ്യായം അതിന്റെ 12 മുതൽ 13 ഭാഗം വായിക്കുമ്പോൾ 12-13 വാക്യം വായിക്കുമ്പോൾ എന്താ പറയുന്നത്? ദൈവത്തെ ഉപേക്ഷിക്കുന്നവർ അവർ ലജ്ജിച്ചു പോകും. ദൈവത്തെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. ദൈവത്തിൽ ആശ്രയം വെച്ച് എന്ത് ചെയ്യണം? നമ്മൾ ജീവിക്കണം. ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ആദ്യം മുതൽ വായിക്കുക. ആദ്യം മുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനമേ, ഞങ്ങളുടെ വിശുദ്ധ മന്ദിരസ്ഥാനമേ, ഇസ്രായേലിന്റെ വ്യത്യാസിയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്നവർ ഏവരും ലജ്ജിച്ചു. ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകുവാനിടയായിത്തീരും. ദൈവത്തിൽ ആശ്രയം ജീവിക്കുന്നവരെ ഭാഗ്യമാണ്. അവരുടെയും വരൾച്ചയുള്ള കാലത്തും ഫലം കാഴ്ചകൊണ്ടിരിക്കും. ദൈവത്തെ ഉപേക്ഷിക്കുന്നവരോ അവർ ലജ്ജിച്ചു പോകും എന്ന് ദൈവത്തിന്റെ വചനം ചെയ്യുന്നു എന്ന് പറയും. എന്നെ വിട്ടു പോകുന്നവരെ അവരെയും മണ്ണിൽ എഴുതി വയ്ക്കും. ദൈവത്തെ വിട്ടു പോകുന്നവരെ കുറിച്ച് എന്ത് ചെയ്യും? മണ്ണിൽ എഴുതി വയ്ക്കും. അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. അപ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് ചെയ്യും? ഒരിക്കലും ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്കിടയായി മാറുക. ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കാൻ തക്കണം നിങ്ങൾക്ക് സാധിക്കണം. ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ നേരിട്ടാലും പ്രതിസന്ധികൾ നേരിട്ടാലും ദൈവത്തെ ഉപേക്ഷിച്ച് ജീവൻ നയിപ്പാൻ തക്കണം ഒരിക്കലും നിങ്ങളരുത്. ദൈവത്തിൽ ആശ്രയം വെച്ച് തന്നെ ചെയ്യണം, ജീവിച്ചു കൊള്ളണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തെ ഉപേക്ഷിക്കുന്നതായി മാറും. അവർ ലജ്ജിച്ചു പോകുവാനിടയായിരിക്കും. ദൈവത്തെ ഉപേക്ഷിക്കുന്നവരിലേക്കും അവർ ലജ്ജിച്ചു പോകുവാൻ എപ്പോഴും അവർക്ക് ലജ്ജയുണ്ടാകും. ജീവിതത്തിൽ പരാജയം ഉണ്ടാകും, വീഴ്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും, നാശം ഭവിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തെ ഉപേക്ഷിക്കുന്നവരെ നിങ്ങൾ ലജ്ജിച്ചു പോകുവാനിടയായിരിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തെ അതുകൊണ്ട് ചെയ്യണം, ഉപേക്ഷിക്കാതിരിക്കുക. ദൈവത്തെ ഒരിക്കലും ചെയ്യണം, ഉപേക്ഷിക്കാതിരിക്കുക എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. 1 ദിനവൃത്താന്തം 28-ന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1 ദിനവൃത്താന്തം 28-ന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നീയോ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. ആര് പറയുകയാണ്? ദൈവം പറയുകയാണ്. അല്ലേ? ശലോമോന്റെ അപ്പൻ ആരാണ്? ശലോമോന്റെ അപ്പൻ ദാവീദ്. ദാവീദ് അല്ലേ? യഹോവ സർവ്വ ഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യും? കണ്ടെത്തും. നീ ദൈവത്തെ അന്വേഷിക്കുമെങ്കിൽ എന്ത് ചെയ്യും? ദൈവത്തെ കണ്ടെത്തുവാൻ ഇടയാകും. അല്ലെ? കണ്ടെത്തും. ഉപേക്ഷിക്കുമെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയുകയും. ദൈവത്തിന്റെ വചനം പറയാണ്. ശലോമോൻ പറയണ്ട, നീയോ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യണം എന്ന് പറയാം.
സേവിച്ചതായ ആ ദൈവത്തെ നീ ആരാധിക്കണം. ആ ദൈവത്തെ ഒരിക്കലും നീ ഉപേക്ഷിക്കരുത്. യഹോവ സർവ്വ ഹൃദയങ്ങളെയും നീ പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നെങ്കിൽ നീയും അവനെ കണ്ടെത്തും. നീ ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ ദൈവത്തെ കണ്ടെത്തുവാൻ ഇടവരുത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും നീയും തള്ളിക്കളയും. നീ ദൈവത്തെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ നിന്റെ ദൈവം എന്നേക്കും നീയും തള്ളിക്കളയും. അല്ലേ? ആകയാൽ നീ സൂക്ഷിച്ചു പോകണം. ഇത് നമുക്കും ഉള്ളതായ ഒരു വാഗ്ദത്തമാണ്. ഇത് നമുക്കുള്ളതായ ഒരു വാഗ്ദത്തമാണ്. ദൈവത്തെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ പൂർണ്ണതയോടെ നീയും തള്ളിക്കളയും. നീ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവത്തെ കണ്ടെത്തുവാൻ നീയും ഇടയാക്കും എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നീന്നു നമ്മെ പഠിക്കുക. അതുകൊണ്ട് ചെയ്യണം, ദൈവത്തെ ഉപേക്ഷിക്കാതിരിക്കുക, ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറുക, ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്നവരായി മാറുക എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ അന്വേഷിക്കുന്നു എങ്കിൽ നീയും നമ്മള് ദൈവത്തെ കണ്ടെത്തുവാൻ അത് ഇടയാക്കും. 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 2-ാം വാക്യം എന്താ പറയുന്നത്? 15-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ ആസയെ എതിരേറ്റു, അവനോട് പറഞ്ഞതെന്നാൽ ആസയും എല്ലാ യഹൂദ്യരും ബെന്യാമീനും ആയുള്ളവരെ എന്റെ വാക്കു കേൾപ്പിൻ. നിങ്ങൾ യഹോവയുടെ കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ചെയ്യും. നോക്കണം, നാം ദൈവത്തോട് കൂടെ ഇരിക്കുന്നിടത്തോളം ദൈവം നമ്മളോട് കൂടെ ചെയ്യും ആയിരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ ബാക്കി നിങ്ങൾ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കണം എന്നാണ് ആരാഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ നമ്മൾ എപ്പോഴെങ്കിലും ഉപേക്ഷിക്കുന്നുവെങ്കിൽ നമ്മളെയും നീയും ഉപേക്ഷിക്കും. അതുകൊണ്ട് ദൈവത്തിൽ കൂടുതൽ ആശ്രയം വെച്ച് നേടാം ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. നിങ്ങളെ യഹോവയുടെ കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ നീയും ഇരിക്കും. ഇരിക്കുന്നിടത്തോളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും. അതുകൊണ്ട് ഒരിക്കലും ദൈവം നമ്മളെ ഉപേക്ഷിക്കാതെ ദൈവത്തിൽ ആശ്രയം വെച്ച് നമ്മൾ നേടണം, ജീവിക്കണം. ഓരോ ദിവസവും നമ്മൾ നേടണം ദൈവത്തെ അറിയുന്നവരാകണം, അന്വേഷിക്കുന്നവരാകണം എന്ന് പറയുക. ഉപേക്ഷിച്ചു കളഞ്ഞാൽ നമ്മളെ എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. അതിനാൽ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയും, ദൈവം ചെയ്യാനിരിക്കുന്ന ഓട്ടത്തെ കുറിച്ച് എന്ത് ചെയ്യും? അനുതാപമുള്ളവനാണ്. ദൈവം ഒരു ദോഷം നമുക്ക് വരുത്തും എന്ന് ദൈവം ആഗ്രഹിക്കുമെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതിനെ മാറ്റിക്കളയാൻ ആർക്ക് കഴിയും? ദൈവത്തിന് സാധിക്കുമെന്ന് പറയും. അല്ലെ? ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാണ്. ദൈവം ചെയ്യാനിരിക്കുന്ന ദോഷത്തെ കുറിച്ച് അനുഭവിക്കുന്നവനാണ്. ഇരമ്യാവ് 18-ാം അധ്യായം അതിന്റെ 7-ഉം 8-ഉം വാക്യം എന്താ പറയുന്നത്? 18-7 ഞാനൊരു ജാതിയെ കുറിച്ചോ ഒരു രാജ്യത്തെ കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ചു കളയുമെന്ന് അരുളി ചെയ്തിട്ട് ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തന്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെ കുറിച്ചാണ് നീയും അനുഭവിക്കും. അങ്ങനെ ചെയ്ത ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയും. ഇപ്പൊ വായിച്ചു കേട്ടതായ ഒരു സംഭവം ഏതാണ്? നിലവേ പെട്ടെന്ന് ചെയ്തു ദൈവം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. അല്ലേ? നിലവേ പെട്ടെന്ന് ദൈവം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ നിലവേലുള്ള ആളുകൾ ചെയ്തു, അവരിൽ ഉപവാസം നിശ്ചയിച്ചു, മൃഗങ്ങൾ അടക്കം ചെയ്തു, ഉപവസിച്ചു, അവരുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞു. അനുഭവിച്ചപ്പോൾ ദൈവത്തിന് മനസ്സിൽ തോന്നി ആ പട്ടണത്തെ നശിപ്പിക്കാതെ ചെയ്തു സംരക്ഷിച്ചു എന്ന് കാണുന്നുണ്ട്. അല്ലെ? അവിടെ ഇങ്ങനെ പറയുന്നു, ഞാനൊരു
നിന്റെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എന്ത് ചെയ്യും? എറിഞ്ഞുകളയും. അതൊരിക്കലും പിന്നെ പൊന്തി വരത്തില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതിനാൽ പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, നമ്മൾ മാനസാന്തരപ്പെട്ട് അനുഭവിച്ച് ഒരുക്കുന്നതായിരിക്കുമെങ്കിൽ ദൈവം നമ്മളെ സംരക്ഷിക്കാൻ വേണം. ദൈവത്തിന് മനസ്സുണ്ട്. അപ്പോ അടുത്തത് പറയുന്നതാണ്, നിന്റെ നടപ്പും പ്രവൃത്തിയും വേണം. അതുകൊണ്ട് നമ്മുടെ നടപ്പും പ്രവൃത്തികളും എല്ലാം നമ്മൾ ചെയ്യണം, നന്നാക്കണമെന്ന് 18-11 വാക്യം വായിച്ചേ. 18-11 വാക്യം എന്താ പറയുന്നത്? ആകയാൽ നീ ചെന്ന് യെഹൂദാ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പറയുന്നത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്കൊരു അനർത്ഥം നിർമ്മിച്ചു, നിങ്ങൾക്ക് വിരോധമായി ഒരു നിരൂപണം നിരൂപിക്കും. നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം, താന്റെ ദുർമാർഗ്ഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുക. നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും ചെയ്യണം, നന്നാക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളെ വീണ്ടും സ്വീകരിക്കാൻ തക്കണം. ദൈവത്തിന് മനസ്സുണ്ട്, പക്ഷെ അനുഭവിക്കാൻ നമുക്ക് മനസ്സുണ്ടോ? അനുഭവിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് തരുവാൻ തക്കണം ദൈവത്തിനും മനസ്സുണ്ട്. നമ്മൾ അനുഭവിക്കണം. പക്ഷെ അനുഭവിച്ചതിന് ശേഷം വീണ്ടും ആ പാപത്തിന്റെ വഴിയിലേക്ക് തീരുന്നത് ഒരിക്കലും കടന്നു പോകരുത്. പാപത്തെ ഒന്ന് അനുഭവിക്കണം, പശ്ചാത്തപിക്കണം. പാപത്തെ ദൈവം വെറുക്കും. പാപത്തെ ദൈവം വെറുക്കും. അതുകൊണ്ട് പാപത്തെ ദൈവം പരിപൂർണമായി ഉപേക്ഷിക്കണം. വീണ്ടും പറയുന്നത്, നീ ദൈവസഞ്ചായതുകൊണ്ട് ജീവിച്ചില്ലായെങ്കിൽ നിന്നെ നയിക്കുന്നവരെ അല്ലെങ്കിൽ നിന്നെ മേയിക്കുന്നവരെ കൊടുങ്കാറ്റ് മേയിക്കും. അത് മേയിക്കും, കൊടുങ്കാറ്റ് മേയിക്കും. നീ ദൈവത്തിന്റെ സന്നിധിയിലായതുകൊണ്ട് താഴ്മയോടെ എളിമയോടെ ജീവിച്ചില്ലായെങ്കിൽ, ഈ ലോകഭോഗങ്ങളിൽ കുടുങ്ങി ജീവിക്കുന്നതോടൊപ്പം നടക്കുമെങ്കിൽ നിന്നെ ചെയ്യും, നിന്നെ മേയിക്കുന്നവരെ കൊടുങ്കാറ്റ് മേയിക്കും എന്ന് പറയും. ഇരമ്യാ 22-22 വാക്യം, 22-22 വാക്യം വായിക്കുന്നവിടെ പറയുന്നത്, നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീയോ ഞാൻ കേൾക്കുകയില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് ആരോഗ്യമുണ്ട്, ബലമുണ്ട്, എവിടെയും ഓടിച്ചാൽ സഞ്ചരിക്കാം, എന്തും ചെയ്യാം, ഏത് കാര്യവും ചെയ്യാം, ഒന്നും പ്രശ്നമില്ല അല്ലേ? അപ്പോ നിന്റെ ശുഭകാലത്ത്, നിന്റെ നല്ല കാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. അന്നിന്റെയും നിനക്ക് തോന്നിയ വഴിയിലൂടെ നീ സഞ്ചരിച്ചു അല്ലേ? നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീയോ ഞാൻ കേൾക്കുകയില്ല എന്ന് പറഞ്ഞു. എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല, നിന്റെ ഉപദേശം കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ളതായ ശീലം. അതുകൊണ്ട് നിന്നെ മേയിക്കുന്നവരെയും കൊടുങ്കാറ്റ് മേയിക്കും. നിന്നെ ആര് നയിക്കുന്നുവോ അവരെന്തെയും കൊടുങ്കാറ്റ് മേയിക്കും. കൊടുങ്കാറ്റ് മേയിച്ചേക്കും. എപ്പോഴും പറന്ന് നടക്കരുത് അല്ലേ? എപ്പോഴും ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നീ പോകേണ്ടി വരും. അതുകൊണ്ട് നീ ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും വിശ്വസ്തയോട് കൂടി അവനെ ആശ്രയം വെച്ചതനുസരിക്കാൻ തക്കവണ്ണം നിനക്ക് സാധിക്കണം. അവനെ അന്വേഷിക്കുന്നതായിരിക്കും നിനക്ക് സാധിക്കണം അല്ലേ? അല്ലെങ്കിൽ നിന്നെ മേയിക്കുന്നതിനെയും കൊടുങ്കാറ്റ് മേയിച്ചു കൊണ്ടുപോകും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. നിന്റെ സംരക്ഷണം, നിന്റെ സഹായം, നിന്റെ അനുഗ്രഹത്തിന് ദൈവത്തിനോട് കൂടെയുണ്ട്. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമോ ഇല്ല അല്ലേ? എന്നാലും നമ്മൾ ചെയ്യുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്ന പകരം നമ്മൾ മനുഷ്യരിൽ ആശ്രയം വയ്ക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന പകരം മനുഷ്യരിൽ ആശ്രയം വയ്ക്കുന്നു. ഇവിടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല എന്ന് ഇരമ്യാ 32-ാമത്തെ വാക്യം, 32-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അങ്ങനെ കാണുവാൻ കൂടാൻ സാധിക്കുന്നു. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. ഞാൻ സകല ജഗത്തിന്റെയും ദൈവമായ യഹോവ ആകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അപ്പോ ദൈവത്തിന് കഴിയാത്ത, നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും എങ്കിലും നമ്മൾ ചെയ്യുന്നു, തെറ്റിപ്പോവുകയാണ് അല്ലേ? നമുക്ക് ഒരല്പം താമസം, ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നതിന് ഒരല്പ താമസം നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നു, ചില
ആശ്രയം വെച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാകുമെങ്കിൽ ദൈവിക സാമീപ്യവും സഹായവും നിങ്ങളോട് കൂടെ എപ്പോഴും ഇരിക്കുന്ന കാര്യത്തിന് സംശയമൊന്നും വേണ്ട. 30-42 വാക്യം വായിച്ചേ. 40-42 ഭാഗം വായിച്ചേ. ഞാൻ അവരെ വിട്ടു പിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. എന്നിങ്ങനെ ഞാൻ അവരോട് എപ്പോഴും നന്മയാൽ നിറയ്ക്കുന്നതായുണ്ട്. എപ്പോഴും നന്മ കൊണ്ട് നിറയ്ക്കുന്നതായുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത് അല്ലെ? പല സമയത്ത് നമ്മൾ ഉപേക്ഷിച്ചു പോകുന്നത്, ഉപേക്ഷിച്ചാൽ ഈ ദൈവത്തിന്റെ അടുക്കൽ പോയിട്ട് രക്ഷയൊന്നുമില്ല എന്നുള്ളതായ ഒരു ചിന്ത നമ്മെ നയിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. അവരെന്തെയും വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്ങളുടെ ഭക്തി ഞാൻ അവരുടെ നോക്കണം. ദൈവം പറയുകയാണ് അല്ലേ, അവർ എന്നെ വിട്ടുമാറാതിരിപ്പാൻ എങ്ങളുടേതായ ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. എന്നിട്ടോ ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവരെ ഈ ദേശത്തെയും നടും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ ജനത്തിന് ഈ വലിയ അനർത്ഥമൊക്കെയും വരുത്തിയതുപോലെ അല്ലേ, ദൈവത്തിന്റെ ജനമാണ് അനുസരണ കേട്ടപ്പോൾ വലിയ അനർത്ഥം വരുത്തിയതുപോലെ തന്നെ ഞാൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് ചെയ്യും അല്ലേ. അനർത്ഥം ഉണ്ടായതുപോലെ, അനർത്ഥം വരുത്തിയതുപോലെ അവർക്ക് എന്തും കൊടുക്കും, നന്മയും കൊടുക്കുമെന്നേ പറയും. അതുകൊണ്ട് നാം വിശ്വസ്തയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം നമുക്ക് സാധിക്കും അല്ലേ. ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ സാമീപ്യം നമ്മളോട് കൂടെയുണ്ട്. എല്ലാ നന്മയും തരുവെന്നൊക്കെ ദൈവത്തിന് മനസ്സുണ്ട്. ആ ദൈവത്തെ ജീവൻ നയിപ്പാൻ ഒരിക്കലും ഇടവരുത്. ആയതിനാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിൽ തന്നെ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കും. അതാണ് നമ്മുടെ വിഷയം. ദൈവത്തിൽ തന്നെ ആശ്രയം വെച്ചുകൊണ്ട് ജീവിച്ചു. ഒരിക്കലും ദൈവത്തെ ഒഴിച്ച് ജീവൻ നയിപ്പാൻ ഒരിക്കലും ഇടവരുത്തരുത് എന്ന് ദൈവത്തിന്റെ വചനം പറയാം. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തതായ കാര്യങ്ങളെയും അറിയാത്തതും അഗോചരവുമായ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുമെന്ന് യിരെമ്യാവിന്റെ പുസ്തകം 33-ന്റെ 3-ാമത്തെ വാക്യം അവിടെ വ്യക്തമായിട്ട് പറയാം. 33-ന്റെ 3-ാമത്തെ വാക്യം അവിടെ എന്താ പറയുന്നത് അറിയാമോ? നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ എന്ത് ചെയ്യും? നീ അറിയാത്തതായ, നീ ദൈവത്തിൽ ആശ്രയം ജീവിക്കുന്നുണ്ട്, നീ അറിയാത്തതായ ഒത്തിരി കാര്യങ്ങളുണ്ട്, അഗോചരമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം നിന്നെ എന്ത് ചെയ്യും? അറിയിക്കും. അതുകൊണ്ട് ദൈവത്തിൽ നിന്നും പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കണം. എന്തൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചിട്ടും അനുസരിക്കാത്തതായ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ. അനുസരിക്കാത്ത ആളുകളെ കുറിച്ച് ദൈവത്തിന്റെ വചനം 50-ന്റെ 32-ാമത്തെ വാക്യം എന്താ പറയുന്നത്? 50-ന്റെ 32-ാമത്തെ വാക്യം പറയുന്നത് എന്താ? 50-ന്റെ 32-ാമത്തെ വാക്യം, അഹങ്കാരി എന്തെയും ഇടറി വീഴും, ആരും അവനെ എഴുന്നേൽപ്പിക്കയില്ല. ഞാൻ അവന്റെ പട്ടണങ്ങൾക്ക് എന്ത് ചെയ്യും? തീ വയ്ക്കും. അത് അവന്റെ ചുറ്റുമുള്ള എല്ലാവരെയും അഹങ്കാരികൾ അല്ലേ, അവരൊരിക്കലും അംഗീകരിക്കത്തില്ല, ഒരു കാര്യവും അംഗീകരിക്കത്തില്ല. അവരെ കുറിച്ച് പറയുന്നത് അഹങ്കാരി ഇടറി വീഴും, ആരും അവനെ എഴുന്നേൽപ്പിക്കയില്ല. ഞാൻ അവന്റെ പട്ടണങ്ങൾക്ക് എന്ത് ചെയ്യും? തീ വയ്ക്കും. അത് അവന്റെ ചുറ്റുമുള്ള എല്ലാവരെയും ദഹിപ്പിച്ച് കളയുമെന്ന് ദൈവത്തിന്റെ വചനം പറയും. അവനെ ദഹിപ്പിക്കും, അവന്റെ ചുറ്റുമുള്ളവരെയും ദഹിപ്പിച്ച് കളയുവാനിടയായിരിക്കും. എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാത്തതായ ചില ആളുകളെ കുറിച്ച് ദൈവത്തിന്റെ വചനം അങ്ങനെ നമുക്ക് കേൾപ്പാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, ദൈവവേല കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുവാനുള്ള പോവുക
രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുകയാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിന്റെ പേര് എന്ത് ചെയ്യണം? ആത്മാർത്ഥതയോട് ഒരുക്കമുള്ളവരായിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ പേര ചെയ്യുവാനൊക്കെ നമുക്ക് സാധിക്കണമെന്ന് ദൈവത്തിന്റെ വചനം ചെയ്യുന്നു, നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വേല ഉദാസീനമായിട്ട് ചെയ്യുന്നവൻ ആരാ? ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന്റെ വേല ഉദാസീനമായി ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന്റെ വചനം നമ്മെ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കും. ദൈവ വേല ഉദാസീനതയോടുകൂടി ചെയ്യരുത്, അല്ലേ? ചെയ്താലവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഇരമ്യാവിന്റെ പുസ്തകം 48-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം അവിടെ വ്യക്തമായിട്ടും നമ്മെ പഠിപ്പിക്കും. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനെ പറയുന്നുണ്ട് 10 അങ്ങനെ. അപ്പോ ദൈവത്തിന്റെ പേരെ അന്ത്യകാലത്തിൽ എന്തുകൊണ്ടാണെന്ന് പറയും. അനേക കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു, കർത്താവ് വന്നില്ല. ഇപ്പോഴും അനേക കാത്തിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി അനേക കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വരാത്തത്? എന്തുകൊണ്ടാണ് വരാത്തത്? യേശു എന്തുകൊണ്ടാണ് വരാത്തത്? അനേകർ കാത്തിരുന്നു, മരിച്ചു. ഇപ്പോഴും അനേകർ കാത്തിരിക്കുകയാണ്. അനേകർ പ്രസംഗിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ദീർഘമാകുന്നത്? അനേകർക്ക് ഇനിയും രക്ഷയിലേക്ക് വരാനുണ്ട്. ദൈവത്തിന്റെ ഈ വചനം അനേകരെ കേൾക്കുവാനുള്ള ഉണ്ട്. അത് കേൾപ്പിക്കുന്ന ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒന്നാണ് ആ ബാധ്യത. അനേകരെ കേൾപ്പിക്കുന്നതായ ബാധ്യത. ദൈവത്തിന്റെ വചനം അനേകരെ കേൾപ്പിക്കുന്നതായ ബാധ്യത നമുക്കുള്ളതാണ്. കർത്താവിന്റെ വചനങ്ങൾ എന്ത് ചെയ്യും? അനേകർ പറയും, അയ്യോ ഇതായിരുന്നു കർത്താവേ, ഇതായിരുന്നു യേശു, ഞങ്ങൾ അറിഞ്ഞില്ല. നിനക്കറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല? ഞങ്ങളും രക്ഷ പ്രാപിക്കുമായിരുന്നല്ലോ എന്ന് പറയുവാൻ ഇടവരുണ്ട്. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് ദൈവത്തിന്റെ വചനം എല്ലാം എന്ത് ചെയ്യണം? അറിയണം. എല്ലാവരും അറിയണം. അറിയുമ്പോൾ രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികളും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും? അവസാനം. അപ്പോൾ ദൈവത്തിന്റെ ജനങ്ങൾ നാം ദൈവത്തിന് ആശ്രയിച്ച്, അല്ലെ, ദൈവത്തെ ഉപേക്ഷിച്ചൊരു ജീവൻ നയിക്കാൻ ഇടവരുത്താതെ ദൈവത്തിൽ പ്രത്യാശയുണ്ടായി ദൈവത്തിന് വേണ്ടി ജീവിച്ച് ദൈവത്തിന് ഉറപ്പ് നൽകുന്നതായി തീരുമാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്നാണ് മാത്രമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.